9ാം ക്ലാസ് പഠിച്ച ഈ ഒരു കാര്യം 10ാം ക്ലാസ്സിൽ എത്തുമ്പോഴേക്കും പല കുട്ടികൾക്കും എന്താണ് വളരെ ടഫായിട്ട് തോന്നാറുണ്ട്. ഹലോ മക്കളെ, എല്ലാവർക്കും ഏകണിന്റെ ഈ ഒരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് ഓൾറെഡി നിങ്ങൾ 9ാം ക്ലാസ് പഠിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു ബാക്കി ഭാഗമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ചാപ്റ്റർ 1 നമ്മൾ ബ്ലോക്കുകളെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ബ്ലോക്കുകളെ പറ്റി പഠിക്കുന്നുണ്ടല്ലേ. 4 ബ്ലോക്കുകളെ പറ്റി പഠിക്കുന്നുണ്ട്. എസിനെ പറ്റി പഠിക്കുന്നുണ്ട്, പിനെ പറ്റി പഠിക്കുന്നുണ്ട്, ഡിനെ പറ്റി പഠിക്കുന്നുണ്ട്, എഫിനെ പറ്റി പഠിക്കുന്നുണ്ട്. അതിൽ ഡി പഠിക്കുന്ന സമയത്ത്, ഡി ബ്ലോക്കിനെ പറ്റി പഠിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഡി ബ്ലോക്ക് മൂലകങ്ങൾ എന്ത് കാണിക്കുന്നു? ഡിഫറെന്റ് ഓക്സിഡേഷൻ കാണിക്കുന്നു, അല്ലെങ്കിൽ വ്യത്യസ്തമായ ഓക്സീകരണാവസ്ഥ കാണിക്കുന്നവരാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഓക്സീകരണ നമ്പർ കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ് നമ്മളെ ഇന്നത്തെ വിഷയം. വളരെ വളരെ ശ്രദ്ധിച്ചു കേൾക്കണം. ഓരോ സ്റ്റെപ്പുകളും നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് കാണുക. തുടങ്ങാം. ഈ ഓക്സീകരണ നമ്പർ പഠിക്കുന്നതിന് എന്താണ് സാർ എളുപ്പ വഴി എന്ന് നമ്മളോട് പലപ്പോഴും പല കുട്ടികളും ചോദിക്കാറുണ്ട്. അതിനൊരു കാര്യം ചെയ്യാം. അതിനാദ്യമായിട്ട് ഞാനൊന്നും കൂടി പറയാണ്. നമ്മൾ കുറച്ച് പ്രധാനപ്പെട്ട മൂലകങ്ങളുടെ എലമെന്റിന്റെ ഓക്സിജൻ അവസ്ഥ അങ്ങോട്ട് പഠിച്ചു നോക്കാം. തുടങ്ങാണേ. ഇപ്പോ ഹൈഡ്രജൻ എത്രയാണ് മക്കളെ? +1. ഹൈഡ്രജൻ തന്നെ +1. അതേപോലെ തന്നെ സോഡിയത്തിൻ്റെതും എന്ത് തന്നെയാണ്? +1. ഓക്കെ. അതേപോലെ തന്നെ പൊട്ടാസ്യത്തിൻ്റെതും +1 അല്ലേ? സിമ്പിൾ. ഓക്സിജൻ്റെത് -2, ക്ലോറിൻ്റെത് -1 കേട്ടോ. നമുക്ക് ഇത്രയും ആളുകളെ ഒന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇത്രയും മതിയൊന്ന്? മക്കളെ, ഇത് മതി. അതായത് ബാക്കിയുള്ള മൂലകങ്ങളുടെ എലമെന്റുകളുടെ ഓക്സിജൻ നമ്പർ കണ്ടുപിടിക്കാൻ ഇത്രയും ധാരാളമാണ് കേട്ടോ. ഇതൊന്ന് നിങ്ങളുടെ മനസ്സിൽ വെക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക. ഡി ബ്ലോക്ക് മൂലകങ്ങളാണ്, ഡി ബ്ലോക്ക് എലമെന്റുകളാണ് ഡിഫറെന്റ് ഓക്സിഡേഷൻ കാണിക്കുന്നത്. അത് എങ്ങനെയാണെന്ന് നമ്മൾ ചെറിയ ചെറിയ എക്സാമ്പിൾ വെച്ചിട്ട് അതിന്റെ ഓരോ നിയമങ്ങളും കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാൻ പോവാണ്. അതിനു മുമ്പേ ഈ ഒരു വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ടും കാണുക എന്നുള്ളതാണ് മക്കളോട് ആദ്യം പറയാനുള്ളത്. ഇനി ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇത് കൃത്യമായിട്ട് നിങ്ങളൊന്ന് പഠിച്ചു നോക്കുക. ഹൈഡ്രജൻ +1, ഓക്സീകരണ നമ്പർ എത്രയാണ്? +1. സോഡിയം +1, പൊട്ടാസ്യം +1, ഓക്സിജൻ -2, ക്ലോറിൻ -1. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മളെ മനസ്സിൽ അങ്ങോട്ട് വെച്ചേക്കാം. ഇത്രയും കാര്യങ്ങൾ അറിയാലോ. ഇനി നമുക്ക് നേരെ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസിലേക്ക് കയറാം. ഇവിടെ 2 ക്വസ്റ്റ്യൻസുകൾ തന്നിട്ടുണ്ട്. ഓൾറെഡി നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യനും സാധാരണയായിട്ട് എക്സാമിന് വരുന്നതുമായിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അത് മാത്രമല്ല, ഇത് പഠിച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് പോവാം. ഇനി FeCl2 മക്കളോട് ചോദിക്കുക, Feയുടെ ഓക്സിഡേഷൻ നമ്പർ എത്ര എന്നാണ് നിങ്ങളോട് ചോദിക്കുക. ഇതിന്റെ അകത്ത് 2 എണ്ണത്തിലും Feയുടെ ഓക്സീകരണ നമ്പർ, ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞു. കാരണം Fe ഒരു ഡി ബ്ലോക്ക് എലമെന്റ് ആണ്. ഡി ബ്ലോക്കിൻ്റെതാണ് നിങ്ങളോട് ചോദിക്കുക. മനസ്സിലായല്ലോ? അപ്പൊ Feയുടെ ഏതാണ് കണ്ടുപിടിക്കാനുള്ളത്? ഒന്നുകൂടി ഞാൻ പറയുകയാണെ, Feയുടേത് അല്ലെങ്കിൽ Fe ഡി ബ്ലോക്ക് മൂലകങ്ങളാണ്, ഡി ബ്ലോക്ക് എലമെന്റ് ആണ്. ഡി ബ്ലോക്ക് എലമെന്റുകളാണ് ഡിഫറെന്റ് ഓക്സിഡേഷൻ കാണിക്കുന്നതെന്ന് മനസ്സിലാക്കാം. ഓക്കെ. ഇനി നമുക്ക് ഇതൊന്ന് കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിച്ച് കേട്ടോളേ മക്കളെ, ശ്രദ്ധിച്ച് കേട്ടോളേ. അതായത് ക്ലോറിന്റെ ഓൾറെഡി നമ്മളിവിടെ പഠിച്ചു വെച്ചു. എത്രയായിരുന്നു? -1. ഈ ക്ലോറിന്റെ തലയ്ക്ക് മുകളിൽ -1 അങ്ങോട്ട് ഇട്ട് വെക്കുക. -1. ഓക്കെ, സിമ്പിൾ. ക്ലോറിന്റെ മുകളിൽ -1. ഇനി Fe ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. കണ്ടുപിടിക്കാനുള്ളവന്റെ തലേന്റെ മുകളിൽ X കൊടുക്കുക. സിമ്പിൾ അല്ലെ? അപ്പോൾ കണ്ടുപിടിക്കാനുള്ള ആ ഒരു എലമെന്റിന്റെ അല്ലെങ്കിൽ മൂലകത്തിന്റെ മുകളിൽ X എന്ന് കൊടുക്കുക. X ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഈ ഓക്സീകരണ നമ്പർ അല്ലെങ്കിൽ ഓക്സിഡേഷൻ നമ്പറിലേക്ക് മാത്രം നോക്കാം. ആദ്യം നിങ്ങൾ Feയുടെ കാര്യം പറയാം. Fe അല്ലെ? എന്നിട്ട് ക്ലോറിന്റെ കാര്യം പറയാം. അങ്ങനെ ഓരോ മൂലകങ്ങളെയും നമ്മൾ ഓരോ എലമെന്റിനെയും സെപ്പറേറ്റ് ആയി നോക്കണം. ഇപ്പൊ Feയുടെ തലേന്റെ മുകളിൽ X ആണുള്ളത്. X എഴുതി. ഓക്കെ. എന്നിട്ട് പ്ലസ് ഇടുക. അടുത്ത ക്ലോറിനിലേക്ക് പോവുക. ക്ലോറിന്റെ തലയുടെ മുകളിൽ -1ഉം അടിയിൽ ഒരു 2 ഉണ്ട് അല്ലെ? നേരത്തെ Fe നോക്കിയ സമയത്ത് X മുകളിലുണ്ട്, അടിയിൽ നമ്പർ ഒന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ഈ X മാത്രം എഴുതിയാൽ മതി. പക്ഷേ ഒരു എലമെന്റിന്റെ, ഒരു മൂലകത്തിന്റെ തലയ്ക്ക് മുകളിൽ നമ്പർ, അടിയിൽ നമ്പർ വന്നാൽ മക്കൾ എന്ത് ചെയ്യണം? ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഗുണിക്കണം. അപ്പൊ -1നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ -2. മനസ്സിലായല്ലോ മക്കളെ? മനസ്സിലായല്ലോ? ഒന്നുകൂടി. ആദ്യം Feയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് X എന്ന് എഴുതി, പ്ലസ് ഇടുക. അതായത് ഒരു എലമെന്റിൽ നിന്ന് മറ്റൊരു എലമെന്റിലേക്ക്, ഒരു മൂലകത്തിൽ നിന്ന് മറ്റൊരു മൂലകത്തിലേക്ക് പോകുന്ന സമയത്ത് പ്ലസ് ഇടണം കേട്ടോ. അപ്പൊ X എഴുതി, പ്ലസ് ഇട്ടു. ക്ലോറിൻ നോക്കിയപ്പോൾ മുകളിൽ നമ്പർ, അടിയിലും നമ്പർ. ഞാൻ എന്താ പറഞ്ഞത്? മുകളിലും അടിയിലും നമ്പർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അത് തമ്മിൽ ഗുണിക്കണം, മൾട്ടിപ്ലൈ ചെയ്യണം.
അല്ലെ? അപ്പൊ -1നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത്രയും കിട്ടും. എന്നിട്ട് ഒരു ഈക്വൽ ടു 0 അങ്ങോട്ട് ഇടുക. എന്തിനാ സാറേ ഈക്വൽ ടു 0? നമ്മൾ ന്യൂട്രൽ ആക്കുക എന്നൊക്കെ പറയും. അതായത് ഇത്രയേ ഉള്ളൂ, എക്സിന്റെ വില കണ്ടുപിടിക്കണമല്ലോ. അപ്പൊ ന്യൂട്രൽ ആക്കി ഈക്വൽ ടു 0. ഇനി ഇവിടെ അടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലസ് ചെയ്ത് ഇങ്ങനെ പ്ലസ് ചെയ്ത് പോവുക. എന്നിട്ട് അവസാനം ഈക്വൽ ടു 0 അങ്ങോട്ട് വെക്കാം. പ്ലസ് 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 ഈക്വൽ ടു 0. ഓക്കെ, ഇനി നമുക്ക് എക്സിന്റെ വില ഈസി ആയി കാണാം. എക്സ് ഇവിടെ വെക്കുക, -2നെ സമത്തിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പോ +2. കണ്ടോ? എക്സിന്റെ വില നമുക്ക് എത്ര കിട്ടി? +2. അല്ല സാറേ, എക്സിന്റെ വില അല്ലല്ലോ, എഫിന്റെ വിലയല്ലേ കണ്ടുപിടിക്കാൻ വന്ന്. മക്കളെ, എക്സ് അല്ലേ എഫി? എക്സിന്റെ തലേന്റെ മുകളിൽ എഫിയുടെ തലേന്റെ മുകളിൽ അല്ലേ എക്സ് കൊടുത്ത്? അപ്പോ എക്സോ അല്ലെങ്കിൽ എക്സ് എന്ന് പറഞ്ഞാൽ ആര് തന്നെയാണ്? എഫി തന്നെയാണ് കേട്ടോ. അപ്പൊ ഇത് കൃത്യമായിട്ട് എന്ത് ചെയ്യാ മക്കൾ പഠിക്കുക. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മളിവിടെ ചെയ്തത്. ഈ ക്വസ്റ്റ്യൻ നിങ്ങളോട് മറന്നു പോകരുത്. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് വന്ന ആത്മവിശ്വാസത്തിന്റെ ബലത്തിൽ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവാണ്. ശ്രദ്ധിച്ചോളി, വേഗം മനസ്സിലായിക്കോണേ. ഇവിടെ -1 ക്ലോറിന്റെ നമ്മൾ ഓൾറെഡി അറിയാം, -1 ആണ്. കളർ ഒന്ന് മാറ്റല്ല നമുക്ക്. ഇവിടെ FX എന്ന് കൊടുത്തു. കണ്ടുപിടിക്കാനുള്ളത് ആരാണോ? എക്സ്. അല്ലേ? നോക്കോളൂ, ഈ എക്സ് അടിയിലേക്ക് എഴുതുന്നു, പ്ലസ്. ഇനി അടുത്തത് -1നെ ഈ 3 കൊണ്ട് ഗുണിക്കണം. -3 ഈസ് ഈക്വൽ ടു 0 അല്ലെ? ആദ്യം നമ്മൾ എഫിയുടെ തലേന്റെ മുകളിലുള്ള എക്സ് എഴുതി, പ്ലസ് ഇട്ടു. അടുത്ത ക്ലോറിന്മേലേക്ക് നോക്കി, ക്ലോറിന്റെ മുകളിലും അടിയിലും നമ്പർ ഉണ്ട്. അടിയിലും മുകളിലും നമ്പർ വന്നു കഴിഞ്ഞാൽ -1നെ 3 കൊണ്ട് ഗുണിക്കുക. -3 ഈസ് ഈക്വൽ ടു 0. അപ്പോ എക്സ് ഈസ് ഈക്വൽ ടു 3 വരുമ്പോളെ എക്സ് ഈസ് ഈക്വൽ ടു എക്സ് അവിടെ വെക്കുക. -3നെ സമത്തിന് അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ +3 ആവും അല്ലെ? സോ എക്സ് ഈസ് ഈക്വൽ ടു +3. മക്കളെ, ഈ എക്സ് എന്ന് പറഞ്ഞാൽ ആര് തന്നെയാണ്? എഫ് തന്നെയാണ്. കാരണം എക്സ് എന്ന് എഴുതിയത് എഫിയുടെ തലയ്ക്ക് മുകളിലാണ്. കണ്ടോ? ഇത്രേ പണിയുള്ളൂ. അപ്പൊ ഈ രണ്ട് ചോദ്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യാം? ഒരു റെഫറൻസ് ആക്കി എടുത്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഒരു ചോദ്യം കൂടി നമുക്ക് ചെയ്യണം അല്ലെ? പിടിച്ചോളി, എവിടെ പോയി? യെസ്, Mn2O3 ഇതില്ല മാംഗനീസിന്റെ ഓക്സിഡേഷൻ നമ്പർ എത്ര? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. മാംഗനീസിന്റെ ഓക്സിഡേഷൻ നമ്പർ എത്ര? തുടങ്ങിയല്ലേ നമ്മള്? ആദ്യം തന്നെ നമ്മളൊന്ന് കണ്ണ് തുറന്ന് നോക്കുക. ഇതിൽ നമുക്ക് പരിചയമുള്ള ഏതെങ്കിലും ഉണ്ടോ നോക്കുക. നമുക്ക് മാംഗനീസ് നമ്മൾ പഠിച്ചില്ല, നമ്മളെ ലിസ്റ്റിലില്ല. മാംഗനീസ് ഉണ്ടോ? നമ്മളെ ഫസ്റ്റ് ലിസ്റ്റിൽ പോയി മാംഗനീസിലില്ല. പക്ഷെ നമുക്ക് പരിചയമുള്ള ഒരാളുണ്ട്. ഓക്സിജൻ എത്ര മക്കളെ? ഓക്സിജൻ -2. നേരെ പരിചയമുള്ള ആളെ തലേന്റെ മുകളിൽ -2 അങ്ങോട്ട് ഇടുക. ഓക്സിജന്റെ മാത്രമേ നമുക്ക് അറിയൂ, അതുകൊണ്ട് -2 അങ്ങോട്ട് ഇട്ട്. ഇനി മാംഗനീസ് കണ്ടുപിടിക്കാനുള്ളത് കൊണ്ട് തന്നെ തലയ്ക്ക് മുകളിൽ എക്സ് കൊടുത്തു അല്ലെ? മാംഗനീസിന്റെ തലയ്ക്ക് മുകളിൽ എക്സ് കൊടുത്തു. ഇനി നേരെ ചെയ്തോളി. ആദ്യം മാംഗനീസിന്റെ കാര്യം പറയാ, അതിനുശേഷം ഓക്സിജന്റെ കാര്യം പറയാം അല്ലെ? മാംഗനീസിനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. മാംഗനീസിന്റെ തലേന്റെ മുകളിൽ എക്സ്, പക്ഷേ അടിയിൽ 2 ഉണ്ട്. മാംഗനീസിന് 2 ഉണ്ട്, തലയ്ക്ക് മുകളിൽ എക്സ് ഉണ്ട്. ഞാൻ നിങ്ങളോട് എന്താ പറഞ്ഞത്? അടിയിൽ നമ്പറും മുകളിൽ നമ്പർ ഉണ്ടെങ്കിൽ അവരെ തമ്മിൽ ഗുണിക്കണം അല്ലെ? ഇവിടെ മുകളിൽ എക്സ് ഉണ്ട്, അടിയിൽ നമ്പർ ഉണ്ട്. അപ്പോ അടിയിലുള്ളതിനെ മുകളിലുള്ള കൊണ്ട് ഗുണിക്കണം. മക്കളെ, അടിയിലും മുകളിലുമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് തമ്മിൽ ഗുണിച്ചോളണം. അത് എന്തായാലും ശരി. അടിയിലും മുകളിലും എന്തുണ്ടോ അത് തമ്മിൽ ഗുണിക്കുക. അപ്പൊ മുകളിൽ എക്സ്, അടിയിൽ 2. അപ്പോ എക്സിനെ 2 കൊണ്ട് ഗുണിക്കുക. ദാറ്റ് ഈസ് 2x. റെഡി അല്ലേ? ഇനി ധൈര്യമായിട്ട് മാംഗനീസിനെ നമ്മൾ എഴുതി, മാംഗനീസിനെ മൊത്തം ആഡ് ചെയ്തു, 2x കിട്ടി. പ്ലസ് ഇടുക, പ്ലസ്. അടുത്ത ഓക്സിജനിലേക്ക് കയറുക. ഇപ്പോഴേ നിങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. ഓക്സിജനിലേക്ക് കയറുന്ന സമയത്ത് മുകളിൽ -2 ഉണ്ട്, അടിയിൽ 3 ഉണ്ട് അല്ലെ? അപ്പൊ -2നെ 3 കൊണ്ട് ഗുണിച്ചാൽ -2 × 3 ദാറ്റ് ഈസ് -6 അല്ലെ? -2 × 3 =-6 ഈക്വൽ ടു 0. ഈക്വൽ ടു 0 ആയി മറന്നു പോരുത് കേട്ടോ. വെറുതെ എങ്ങനെ ഇട്ട് വെക്കരുത്. ഈക്വൽ ടു 0 ഇട്ടോണം. എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം മാംഗനീസിന്റെ ചെയ്തു, ഓക്സിജന്റെ ചെയ്തു, ഇനി ഒന്നും ചെയ്യാനില്ലെങ്കിൽ ഈക്വൽ ടു 0 എന്നിടുക. റെഡി? ഇനി അങ്ങോട്ടൊന്നും ചെയ്യാനില്ലെങ്കിൽ ഈക്വൽ ടു 0. സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ ഈക്വൽ ടു 0 കേട്ടോ. ഇനി നമുക്ക് പതുക്കെ എന്ത് കാണണം? എക്സിന്റെ വില കാണണം. അതിനോട് കാര്യം ചെയ്യാം, 2x ഇവിടെ വെക്കുക. ഇത് സിമ്പിൾ മാത്സ് ആണ്. നമ്മൾ സാധാരണ മാത്സിലൊക്കെ പഠിക്കുന്ന ചെറിയ ഒരു പ്രോബ്ലം ആണ്. 2x ഇവിടെ വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ -6 സമത്തിന് അപ്പുറത്തേക്ക് കൊണ്ടുപോകുക. അപ്പൊ എന്താവും? +6 ആവും. റെഡി അല്ലേ? ഇനി ഈസി ആയിട്ട് കാണാം. എക്സ് ഇവിടെ തന്നെ വെക്കുക. +6 / 2 അല്ലേ? എക്സ് ഇവിടെ വെച്ചിട്ട് +6ന്റെ അടിയിലേക്ക് 2നെ കൊണ്ടുവരിക അല്ലെ? അപ്പൊ +6 / 2 എന്ന് പറയുമ്പോൾ +3.
ഈസി അല്ലെ? അപ്പൊ എക്സിന്റെ വില നമുക്ക് കിട്ടി, എത്ര കിട്ടി? +3 കിട്ടി. ആരാ എക്സ്? മാംഗനീസ് അല്ലേ? അല്ലെ? എക്സ് ആരുടെ തലയുടെ മുകളിലാണ്? മാംഗനീസിന്റെ തലയുടെ മുകളിലല്ലേ? എക്സ് ഓർ മാംഗനീസ്. കണ്ടോ? ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു കാൽക്കുലേഷൻസുകൾ നിങ്ങൾക്ക് വേറെ എവിടെയും കാണാൻ പറ്റില്ല. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലുണ്ടാവണം. എങ്ങനെയാണ് ഓക്സിഡേഷൻ നമ്പർ കണ്ടെത്തുക എന്ന് ഞാൻ പറഞ്ഞു. അതിൽ ആദ്യം നമ്മൾ കുറച്ച് ആളുകളുടെ പേര് പഠിച്ചു നോക്കുക. അതിൽ എങ്ങനെയാണ് ഇത് ചെയ്ത് കൊണ്ടുവരേണ്ടതെന്ന് കൃത്യമായിട്ട് ഞാൻ അത് പറഞ്ഞു തന്നു. ഏറ്റവും സിമ്പിൾ ആയിട്ട് ഇത് മനസ്സിലായി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങൾ രണ്ട് കാര്യങ്ങൾ മക്കളെ എനിക്ക് വേണ്ടി ചെയ്തു തരണം. ഒന്ന്, നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളെ കൂട്ടുകാരന്മാർക്കും കൂട്ടുകാരികൾക്കും ഏകണ്ട ഈ ഒരു വീഡിയോ നിങ്ങൾ സെൻഡ് ചെയ്ത് കൊടുക്കുക. മാത്രമല്ല അടിയിൽ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് മനസ്സിലായി എന്നുണ്ടെങ്കിൽ നിങ്ങൾ അടിയിൽ നല്ല ഇടിവട്ടായിട്ട് കമന്റും ചെയ്യാം. അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. Goodbye.